രുചിക്കുള്ളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നെല്ലിക്ക അച്ചാർ ഇടാൻ പോവാണ്. ഏതാണ്ട് നമ്മുടെ നാടൻ നെല്ലിക്കയാണ് ഇവിടെ ഉണ്ടായിരുന്നേ, അത് പറിച്ചെടുത്തതാണ്. അത് പുഴുങ്ങി വെച്ചിരിക്കുവാണ്. ഞാനിത് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇങ്ങനെ ആവി വെച്ച് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അത് ഇനി അടത്തിയെടുത്ത് അച്ചാറിടാൻ പോവാണ്. അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ കണ്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയാപ്പില. ഇനി ബാക്കി സാധനങ്ങൾ ഇത് ചേർക്കും. ഇതങ്ങോട്ട് അച്ചാറിടാൻ എടുക്കുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്തൊക്കെ എടുക്കുമ്പോഴാണ് ബാക്കി മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും എല്ലാം ഇടുന്നത്. അന്നേരം കാണിക്കാമേ. നമുക്ക് അച്ചാറിടാമേ. ഞാൻ നല്ല എള്ളെണ്ണയാണ് ഇതിന് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ചേ, ഒത്തിരി വേണ്ട. കടുമായ്ക്ക് ഒഴിക്കുന്ന അത്രയൊന്നും എണ്ണയൊന്നും വേണ്ട ഇതിന്. കടുമായ്ക്കൊക്കെ ഒത്തിരി നമ്മൾ എണ്ണ ഇടത്തില്ലേ ഒഴിക്കുക, അത്രയും എണ്ണയൊന്നും വേണ്ട. വെളുത്തുള്ളി എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി അതിനകത്തിട്ടുവാണ്. നല്ലപോലെ മൂക്കണേ, ചുമന്ന് വരുന്നുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കടുക് ഇടുന്നു. ഒരു സ്പൂണ് കടുക്, എന്നിട്ട് ചെറിയ 2 കഷ്ണം കായം ഇടുവാണ്. അതുകൂടി ഇതിനകത്ത് കടുക് നോക്കി ഒരു 3 വറ്റൽമുളകും കൂടി ഇതിനകത്ത് ഇടുവാണ്. ഒരു ഗ്ലാസ് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആറിക്കഴിഞ്ഞ് വേണം ഈ നെല്ലിക്ക അച്ചാറിനകത്ത് ഒഴിക്കാൻ. മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ചൂടാണ്. ആറാൻ വെച്ചിരിക്കുകയാണ് ഞാൻ തിളപ്പിച്ച്. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണത്. അത് ആറിക്കഴിയുമ്പോൾ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ. നമുക്ക് നല്ലപോലെ മൂത്ത് വരും. ഇനി അതിലുള്ള കരിയാപ്പില ഇടാൻ പോകണേ. ഞാൻ കായപ്പൊടിയല്ല ചേർക്കുന്നത്, ഈ കായമാണ്. ഇതും കണ്ടോ, എണ്ണയ്ക്കകത്തിട്ട് മൂത്തത് പിന്നെ അങ്ങ് അലിഞ്ഞ് ചേർന്നുള്ളൂ അച്ചാറിന്. ഒരിക്കലും ഞാൻ കായപ്പൊടി ചേർക്കത്തില്ല. ഇങ്ങനെ കായ കഷ്ണം വാങ്ങിച്ച് അവായിടുന്നു ഉപയോഗിക്കുന്നത്. നമ്മുടെ NS-ൻ്റെ പെരുങ്കായമാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഈ കട്ടക്കായമേ ഞാൻ വാങ്ങിച്ചതിനൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. ഏതിനാണെങ്കിലും സാമ്പാറിനാണെങ്കിലും അച്ചാറിന് എല്ലാത്തിനും ഈ NS-ൻ്റെ പെരുങ്കായമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അച്ചാറിന് ആവശ്യമുള്ള മുളക് പൊടി കൂടി ഇതിനകത്ത് ഇടുവാണേ. ഒരു 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും കൊണ്ട് നെല്ലിക്ക നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള മതി, ഒത്തിരി എരി വേണ്ട. അതനുസരിച്ചുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിയില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ഇത്. ഉള്ളൊന്ന് മൂക്കട്ടെ. വേറെ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കും. ഒത്തിരി ചേർക്കത്തില്ല, ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഇതെല്ലാം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അത് ആറിയതാണ്. അത് ഇതിനകത്തോട്ട് ഇച്ചിരി ഒഴിക്കുവാണ്. ശകലം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുക. ശകലം മതി, കുറച്ച്, ഒത്തിരി വേണ്ട. ഇനി നമുക്കിത് ഈ നെല്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വേണമെങ്കിൽ ബാക്കി ചേർത്താൽ മതി. ഇനി നെല്ലിക്ക ഞാൻ ഇതിനകത്തിലോട്ട് ഇടുവാണ്. ഇതിനകത്തിലോട്ട് ഇതിനകത്ത് ഇട്ട് ഇളക്കിയെടുക്കട്ടെ. ആ ഉപ്പ് ചേർത്തിട്ട് ഒഴിച്ച് തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല. ഇനിയും പോരാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ശകലം ഉപ്പുകൂടി ചേർക്കണം. ഇതിനകത്ത് ഇച്ചിരി ഉപ്പുകൂടി ചേർത്താലും മതി. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കണമെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞ് തന്നെ ഇരിക്കും. ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആ തിളപ്പിച്ചാറിച്ച വെള്ളം ഉണ്ടല്ലോ, ഉപ്പിട്ട് ആ വെള്ളം ഇച്ചിരി അങ്ങ് ചേർക്കുക നമ്മളിതിനകത്തിലോട്ട്. ഈ കായമൊക്കെ ഇങ്ങനെ കിടക്കുന്നതും കായമെല്ലാം അങ്ങ് അതിനകത്ത് കിടന്നങ്ങ് അഴിഞ്ഞോളും. അലിഞ്ഞങ്ങ് റെഡി ആയിക്കോളും. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. ഉലുവാപ്പൊടി ചേർത്തിട്ടില്ല, ഇനി ഉലുവാപ്പൊടി കൂടെ ചേർക്കുകയാണേ. ഉലുവാപ്പൊടി വറുത്ത ഉലുവയാണിത് കേട്ടോ. വറുത്ത ഉലുവ പൊടിച്ചതാണിത്. ഉലുവാപ്പൊടി ചേർക്കണം.
നെല്ലിക്കാച്ചാറിന് ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കും. ഇപ്പം ഞങ്ങൾക്ക് ചാറ് വേണം, ഞങ്ങൾ ഇച്ചിരി ചാറൊക്കെ നെല്ലിക്കാച്ചാറ് ചാറ് വേണം. അതുകൊണ്ട് ഈ ശകലം കൂടെ ആ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കും ഞങ്ങൾ. ചിലർക്ക് അത് ഇഷ്ടമല്ല, ചിലർക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നത് ഇഷ്ടം. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കുവാണേ. നല്ലപോലെ തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ്, അതുകൊണ്ട് ഇതിങ്ങനെ ചേർക്കുന്നത്. അല്ലാതെ പച്ചവെള്ളം ഒന്നും ചേർത്ത് കളയരുതാരും കേട്ടോ. നെല്ലിക്ക അച്ചാർ റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ചെയ്ത്. നെല്ലിക്ക ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ നെല്ലിക്കയുടെ സീസണാണല്ലോ, നെല്ലിക്ക കിട്ടുമല്ലോ. അന്നേരം ഇത് നമ്മൾ വാങ്ങിച്ചാണെങ്കിൽ വീട്ടിലുള്ളവർക്കാണെങ്കിൽ പറിച്ചെടുത്ത് വെക്കാം. വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കി എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും, കേടുമാകത്തില്ല, നല്ല ടേസ്റ്റുമാണ്. ഇതിൽ ഒരു കഷ്ണം മതി, ഒരു കഷ്ണം ഇച്ചിരി ചാറും കൊണ്ട് നമുക്ക് എത്ര 2 3 പ്ലേറ്റ് ചോറുണ്ണാം, അത്രയ്ക്ക് നല്ലതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.